ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ദിവസേന നമ്മൾ ചില പെയ്ഡ് ന്യൂസുള്ള ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ കാലത്തൊരു കെട്ടുകഥയുണ്ടാക്കും. പിന്നെ ആ കെട്ടുകഥയെക്കുറിച്ചാണ് ചർച്ച. അതിൻ്റെ പുറമെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും. അപ്പോഴേക്കും ദിവസം 90 കഴിഞ്ഞു. 90 കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുന്നുള്ളത് നിയമം പഠിക്കാത്തവർ കൂടെ അറിയാം. ഞാൻ ചോദിക്കട്ടെ, എവിടെ കട്ട സ്വർണം? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ട സ്വർണം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 90 ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഞങ്ങൾ ചോദിക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ പിണറായിന്റെ നിയന്ത്രണത്തിലാണോ? റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുമ്പോൾ രഹസ്യ വിവരങ്ങൾ പിണറായിക്ക് കൊടുക്കുന്നു. അങ്ങനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പിണറായി പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ 90 ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ SIT പ്രവർത്തിക്കുന്നത്? അത് പറഞ്ഞതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കുറ്റം? അപ്പൊ UDF കഴിഞ്ഞ 3 ദിവസങ്ങളായി UDF നിയമസഭയിൽ അനുവർത്തിച്ച നയം ശരിയാണെന്ന് ഇന്നലെ പോറ്റി പുറത്തിറങ്ങിയതോടെ വ്യക്തമായില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട UDF നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തു വിട്ടാലും ശരി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരകത്താക്കുക എന്നുള്ള നയന്തരിയായിരിക്കും UDF ചെയ്യുക. അല്ല, നിങ്ങളിപ്പോ UDFകാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയ ഈ കേരളത്തിൽ നടക്കില്ല. കാരണം സ്വർണം കട്ടത് 2019. 2016 UDF അധികാരത്തിൽ പോയതാ. ആ UDF എങ്ങനെയാ 2019 സ്വർണം കട്ടാൽ കേസിൽ പ്രതിയാവുക? ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കണ്ട. കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല. ഖനം മുഴുവൻ പിണറായിന്റെ മടിശീലയില്ല. സ്വർണം മാത്രമാണോ കട്ടത്? രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷികളുടെ ഫണ്ട് വരെ കട്ടില്ല. ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി വിഷ്ണു, അദ്ദേഹത്തിന് 2008 BJPക്കാർ RSSകാർ വെട്ടിക്കൊന്നതാ. ആ ഫണ്ടും വെട്ടി, ആ ഫണ്ട് മുക്കി. ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരൻ വിനയൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റുകാർ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞീഷ്ണല്ലേ പറഞ്ഞത് MLA മധുസൂദൻ ഫണ്ട് വെട്ടിച്ചു എന്ന്. ഞാൻ ഇന്ന് നമ്മുടെ CPM ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ഞാൻ ഇത് കണക്ക് പറയാനാണ്. കുഞ്ഞികൃഷ്ണൻ ചീത്ത പറയാനല്ലാണ്ട് കണക്ക് പറയുന്നില്ല. കണക്ക് എവിടെ നിന്ന് കിട്ടാൻ? എല്ലാത്തിൻ്റെ കീശയിലാണ്. കട്ടതിനെ മുഴുവൻ സഖാക്കളുടെ കീശയിലാണ്. ഇത് ഇന്നലെ എന്തായിരുന്നു സ്ഥിതി? കുഞ്ഞികൃഷ്ണ പുസ്തക പ്രകാശനത്തിന് ഒരാളും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ പ്രകാശന ചടങ്ങിൽ 100 കണക്കിന് സഖാക്കൾ പങ്കെടുത്തില്ലേ? ഇത് കുഞ്ഞികൃഷ്ണ പുറത്താക്കിയത് റിപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചപ്പോ ഒരു സഖാവെങ്കിലും പങ്കെടുത്തോ? കാരണം സഖാക്കൾക്ക് തന്നെ അറിയാം തങ്ങളുടെ നേതാക്കൾ കക്കുന്ന കള്ളന്മാരാണെന്ന് സഖാക്കൾക്ക് പോലും അറിയാം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശത്രുക്കൾ രാഷ്ട്രീയ എതിരാളികൾ ഒരാളല്ല, 2 പേരാണ്. ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും, രണ്ടാമത്തത് BJP. ഇവർ തമ്മിലും ഒരന്തർധാരയുണ്ട്.
പണ്ട് സന്ദേശം സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ പ്രതിക്രിയാവാദികളും പ്രതിലോമ ശക്തികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയെ കേരളത്തിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പാരഡി ഗാനം UDFന്റെ പാരഡി ഗാനം മാറ്റേണ്ട ഒരു കാര്യവുമില്ല. പോറ്റിയെ കയറ്റിയത് ആരപ്പ? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അയ്യപ്പ വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റാം. കട്ടതാരാണെന്ന് അയ്യപ്പ? പിണറായി വിജയനാണ് അയ്യപ്പ. സഹായിച്ചത് ആരാണോ അയ്യപ്പ? കടകംപള്ളിയും വാസവനുമാണ് അയ്യപ്പ. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ഈ കള്ളക്കൂട്ടത്തിനെതിരെ, ഈ കൊള്ളസംഘത്തിനെതിരെ ഉള്ള ജൈത്രയാത്രയ്ക്കൂടെ ഈ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ്. ഇത് സെക്രട്ടേറിയറ്റിൽ അധികാരത്തിലെത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല. അതിന്റെ തുടക്കം ഈ കാസർഗോഡ് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിലൂടെ എത്തിയ മുഴുവൻ UDF പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.